ഏഴാമത്തെ ചാപ്റ്ററായ ഇന്റഗ്രൽസ് ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഇതാണ് ഇന്റഗ്രലിന്റെ സിമ്പിൾ. ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഈ ഒരു സംഗതി, ഇതാണ് നമ്മുടെ ഇന്റഗ്രലിന്റെ സിമ്പിൾ. ഇതാണ് ഇന്റഗ്രലിന്റെ ഓപ്പറേറ്റർ, dx എന്ന് പറയും. ഇതിന്റെ അർത്ഥം നമ്മൾ ഒരു സംഗതിയെ, ഇവിടെ നമ്മൾ എഴുതുന്ന ഫംഗ്ഷനെ x കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. ശരി, ഡീറ്റെയിൽസ് ഒക്കെ പിന്നീട്. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് എപ്പോഴൊക്കെ ഈ +2 തൊട്ട് അങ്ങോട്ട് എപ്പോഴൊക്കെ മാക്സിമമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ പഠിക്കുന്നോ അന്നേരമെല്ലാം നമുക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു സംഗതിയാണ് ഇന്റഗ്രേഷൻ. അപ്പോൾ എന്താണ് ഇന്റഗ്രേഷൻ? ഇന്റഗ്രേഷൻ ഈസ് ദ ഇൻവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ എന്നാണ് പറയുന്നത്. നമ്മൾ ഡിഫറൻസിയേഷനിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നോ അതിൻ്റെ എല്ലാം നേരെ ഇൻവേഴ്സ് ആണ് നമ്മൾ ഇന്റഗ്രേഷനിൽ ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ d/dx ഓഫ് sin x cos x ആണെന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ cos x എന്ന് പറഞ്ഞാൽ sin x ആയിരിക്കും. മനസ്സിലായല്ലോ? അതേപോലെ വേറൊരു എക്സാമ്പിൾ, d/dx ഓഫ് x². എത്ര d/dx ഓഫ് x²? 2x ആണെന്ന് അറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ 2x ചെയ്താൽ നമുക്ക് x² കിട്ടും. അപ്പം ഡിഫറൻസിയേഷനിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നോ അതെല്ലാം നേരെ തിരിച്ചാണ് ഇന്റഗ്രേഷനിൽ നമ്മൾ ചെയ്യുന്നത്. ഡെറിവേറ്റീവ് ഓഫ് a⁻x എന്താണത്? a⁻x ഇൻറ്റു log a ആണ്. എന്നാൽ ഇന്റഗ്രൽ ഓഫ് a⁻x എന്ന് പറഞ്ഞാൽ a⁻x ഇവിടെ നമ്മൾ ഇൻറ്റു ചെയ്തില്ലേ, അത് ആ സെയിം സാധനം ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. മനസ്സിലായല്ലോ? അങ്ങനെ ഡിഫറൻസിയേഷനിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നോ അതെല്ലാം നേരെ തിരിച്ചാണ് ഇന്റഗ്രേഷനിൽ നമ്മൾ ചെയ്യുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2-3 അഡീഷണൽ കാര്യങ്ങൾ കൂടി പറയട്ടെ. ഇപ്പൊ ഇന്റഗ്രൽ x ആണ് നമ്മൾ ചെയ്യേണ്ടെന്നിരിക്കട്ടെ. ഏതൊരു ഇന്റഗ്രലിന്റെ കൂടെ നമ്മളൊരു dx ഇടണം. dxോ dyയോ ഏത് വേരിയബിൾ കൊണ്ടാണോ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് അത് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ x കൊണ്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ dx ഇടുക. y കൊണ്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പം y കൊണ്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ dy ഇടുക. ഈ y കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന പരിപാടിയൊന്നും തൽക്കാലം നമുക്കില്ല. അതെല്ലാം 9ാമത്തെ ചാപ്റ്റർ തൊട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. സോ 7ാമത്തെയും 8ാമത്തെയും ചാപ്റ്ററിൽ നമുക്ക് x കൊണ്ടുള്ള ഇന്റഗ്രേഷൻ മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇപ്പൊ ഇന്റഗ്രൽ cos x എന്ന് പറഞ്ഞാൽ sin x ആണെന്ന് പറഞ്ഞു. ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ. ഏതൊരു ഇന്റഗ്രൽ ചെയ്യുമ്പോഴും നമ്മൾ dx ഇടണം. അതേപോലെ ഏതൊരു ആൻസർ കിട്ടിയാലും നമ്മൾ +c എഴുതണം. മനസ്സിലായല്ലോ? പിടിയിട്ടില്ലോ? ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ, ഇന്റഗ്രൽ e⁻x ആണ് കണ്ടുപിടിക്കേണ്ടെന്നിരിക്കട്ടെ. അപ്പം നമ്മൾ ഇന്റഗ്രൽ e⁻xന്റെ കൂടെ ആ dx എഴുതണം. ഇതിന്റെ ആൻസർ e⁻x ആണെന്നിരിക്കട്ടെ. അപ്പൊ ഇതിന്റെ ആൻസർ e⁻x ആ. അപ്പൊ അങ്ങനെ വരുമ്പം ആ ആൻസറിന്റെ കൂടെ നമ്മൾ +c ഇടണം. അപ്പൊ ഈ 2 കാര്യങ്ങൾ കൂടി ഓർത്തിരിക്കുക. ഏതൊരു ഇന്റഗ്രേഷന്റെ കൂടെ നമ്മൾ ഓപ്പറേറ്റർ ആയിട്ടുള്ള dx ഇടുക, ഏതൊരു ആൻസറിന്റെ കൂടെ നമ്മൾ +c ഇടണം. നമുക്കിവിടെ ആദ്യമേ പഠിക്കാനുള്ളത് ഒരു 19 ഇക്വേഷൻസ് ആണ്. ഈ 19 ഇക്വേഷൻസ് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ടഫ് ഒന്നുമല്ല, വളരെ സിമ്പിളാണ്. പ്രത്യേകിച്ച് ഡിഫറൻസിയേഷനൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് വളരെ എളുപ്പമായിരിക്കും ഈ 19 ഇക്വേഷൻസ് പഠിക്കാൻ. അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളത് മെത്തേഡ്സ് ആണ്. അതായത് ഈ 7.1 മുതൽ 7.7 വരെ ഈ ഒരു പോർഷന് നമ്മൾ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ് എന്നാണ് പറയുന്നത്. ഈ എക്സസൈസ് 7.1 മുതൽ എക്സസൈസ് 7.7 വരെയുള്ള പോർഷൻസ്. അപ്പോൾ എക്സസൈസ് 7.1 മുതൽ എക്സസൈസ് 7.7 വരെയുള്ള എക്സസൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെത്തേഡ്സ് 19 ഇക്വേഷൻസ് ആദ്യമേ പറയും, പിന്നെ ഈ മെത്തേഡ്സ് മുഴുവൻ പറയും. ഇത്രയും പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ കണക്കിലോട്ട് പോവുള്ളൂ. അതെല്ലാം വളരെ കൃത്യമായി സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഓരോ വീഡിയോയ്ക്കും ടൈം സ്റ്റാമ്പ് കൊടുത്ത് അതേപോലെ തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വരില്ല. കൃത്യമായി ഫോളോ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ശരി, ആദ്യമായി ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ഇക്വേഷൻസിലോട്ട് പോകാം. ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ ഡിഫറൻസിയേഷനിൽ പഠിച്ചപ്പോൾ ചെയ്തതുപോലെ തന്നെ ഇന്റഗ്രൽ x⁻n dx. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നമ്മൾ എന്തിടണം? ഈ dx എന്നുള്ള ഓപ്പറേറ്റർ ഇടണം. ഈക്വൽസ് ഇന്റഗ്രൽ x⁻n. അത് ഇങ്ങനെയാണ് വരുന്നത്. x⁻n ഇല്ലേ, x⁻n കൂടെ ഒരു 1 കൂട്ടണം. x⁻n+1/n+1. തൊട്ടുമുമ്പ് പറഞ്ഞു ഏതൊരു ആൻസറിന്റെ കൂടെ നമ്മളൊരു +c ഇടണം. ശരി, രണ്ടാമത് ഇന്റഗ്രൽ 1dx ആണ് ചെയ്യുന്നതെന്നിരിക്കട്ടെ. ചിലപ്പോൾ ഇന്റഗ്രൽ 1dx എന്നോ അല്ലെങ്കിൽ ഇന്റഗ്രൽ dx എന്നോ വരാം. ഈ 1 എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ വരുന്ന കേസിൽ x+c ആണ് ആൻസർ. മൂന്നാമത്തേത് ഇന്റഗ്രൽ k dx.
ഈക്വൽസ് ഇങ്ങനെ വരുന്ന കേസിൽ k ഇൻറ്റു എക്സ് പ്ലസ് സി നമ്മുടെ ആൻസർ. നാലാമത്തെ ഇക്വേഷൻ ഇന്റഗ്രൽ 1/x dx. ഇത് ഓർക്കാൻ എളുപ്പമാണ്. ഡിഫറൻസിയേഷൻ പഠിച്ചവർക്കറിയാം ഏത് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് ഡെറിവേറ്റീവ് ഓഫ് ഏത് ഫംഗ്ഷൻ ആണ് 1/x. ഓർക്കുന്നോ? ഡെറിവേറ്റീവ് ഓഫ് log x ആണ് 1/x. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ 1/x എന്തായിരിക്കും? log x ആയിരിക്കും പ്ലസ് സി. അഞ്ചാമത്തെ ഇക്വേഷൻ ഇന്റഗ്രൽ e raised to x dx. ഓർക്കുന്നോ? d/dx ഓഫ് e raised to x. e raised to x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? e raised to x തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ e raised to x എന്ത് തന്നെ ആയിരിക്കും? e raised to x പ്ലസ് സി ഇടാൻ മറക്കരുത്. ആറാമത്തേത് ഈ ഡിഫറൻസിയേഷൻ പഠിച്ചവരെന്ന് പറഞ്ഞേ cos x ന്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? മൈനസ് സൈൻ എക്സ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ തിരിച്ചു പറയാമല്ലോ. ഇന്റഗ്രൽ സൈൻ എക്സ് ഈസ് ഈക്വൽ ടു ഈ മൈനസ്, മനസ്സിലായില്ലേ? cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് അല്ലേ? അപ്പൊ ഇവിടെ ഒരു മൈനസ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് പ്ലസ് ആവത്തില്ലായിരുന്നോ? സോ ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് കോസ് എക്സ് പ്ലസ് സി. ഏഴാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? d/dx ഓഫ് സൈൻ എക്സ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? കോസ് എക്സ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ തിരിച്ചു പറയാമല്ലോ. ഇന്റഗ്രൽ കോസ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് സി. എട്ടാമത്തെ ഇക്വേഷൻ ഇന്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ് സി. ഇതിന് വേണമെങ്കിൽ വേറൊരു ഇക്വേഷൻ എഴുതാം കേട്ടോ. ഈസ് ഈക്വൽ ടു വേറൊരു ഇക്വേഷൻ ഉണ്ട്, രണ്ട് സെയിം ആണ്. മൈനസ് ലോഗ് മോഡ് കോസ് എക്സ് പ്ലസ് സി. ഒൻപതാമത്തെ ഫോർമുല. ഇപ്പൊ സൈൻ എക്സ് കഴിഞ്ഞു, കോസ് എക്സ് കഴിഞ്ഞു, ടാൻ എക്സ് കഴിഞ്ഞു. ഇന്റഗ്രൽ അടുത്തത് ഏതാണ്? കൊസീക്ക് എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു, ഇത് ശരിക്കും നന്നായിട്ട് പഠിച്ചോണം, ലോഗ് മോഡ് കൊസീക്ക് എക്സ് മൈനസ് കോട്ടെക്സ് പ്ലസ് സി. പത്താമത്തെ ഇക്വേഷൻ ഇന്റഗ്രൽ സീക്ക് എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് പ്ലസ് സി. 11ാമത്തെ ഇക്വേഷൻ ഇന്റഗ്രൽ കോട്ടെക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു ലോഗ് മോഡ് സൈൻ എക്സ് പ്ലസ് സി. ഓർ ഇതിന് വേറൊരു ഇക്വേഷൻ ഉണ്ട്, ജസ്റ്റ് നോർത്താൽ മതി. ഇതിന് മൈനസ് ലോഗ് മോഡ് കൊസീക്ക് എക്സ് പ്ലസ് സി എന്നൊരു ഇക്വേഷൻ ഉണ്ട് ഇതിന്. ശരി, ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് ഓർമ്മയുണ്ടോ? d/dx ഓഫ് ടാൻ എക്സ്. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എന്താ d/dx ഓഫ് ടാൻ എക്സ്? സീക്ക് സ്ക്വയർ എക്സ് പ്ലസ് സി ആണ് d/dx ഓഫ് ടാൻ എക്സ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് തിരിച്ചു പറയാമല്ലോ. അതാണ് നമ്മുടെ 12ാമത്തെ ഇക്വേഷൻ. ഇന്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് സി. 13ാമത്തെ ഇക്വേഷൻ. ഇതൊക്കെ ഡിഫറൻസിയേഷൻ നന്നായിട്ട് അറിയാവുന്നവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. എന്താ ഡെറിവേറ്റീവ് ഓഫ് കൊസീക്ക് എക്സ്? ഡെറിവേറ്റീവ് ഓഫ് കൊസീക്ക് എക്സ് ഓർക്കുന്നോ? മൈനസ് കൊസീക്ക് എക്സ് കോട്ടെക്സ്. അങ്ങനെയാണെങ്കിൽ ഇത് തിരിച്ചു പറയാമല്ലോ. അപ്പൊ ഇവിടെ ഒരു മൈനസ് ഉണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ആകുമല്ലോ. സോ ഇന്റഗ്രൽ കൊസീക്ക് എക്സ് കോട്ടെക്സ്, ഇന്റഗ്രൽ കൊസീക്ക് എക്സ് കോട്ടെക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു എത്ര വരും? മൈനസ് കൊസീക്ക് എക്സ് പ്ലസ് സി. പിടിയിട്ടല്ലോ. 14ാമത്തെ ഇക്വേഷൻ ഇതേപോലെ തന്നെ. എന്താ ഡെറിവേറ്റീവ് ഓഫ് സീക്ക് എക്സ്? ഡെറിവേറ്റീവ് ഓഫ് സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് എത്ര ആയിരുന്നു? സീക്ക് എക്സ് ടാൻ എക്സ് ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് തിരിച്ചു പറയാമല്ലോ. ഇന്റഗ്രൽ സീക്ക് എക്സ് ടാൻ എക്സ് ഈസ് ഈക്വൽ ടു, സോ ഇന്റഗ്രൽ സീക്ക് എക്സ് ടാൻ എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? സീക്ക് എക്സ് പ്ലസ് സി. 15ാമത്തെ ഇക്വേഷൻ ഓർക്കുന്നോ? എന്താ ഡെറിവേറ്റീവ് ഓഫ് കോട്ടെക്സ് എന്താണെന്ന് ഓർക്കുന്നോ? എന്തായിരുന്നു കോട്ടെക്സിന്റെ ഡെറിവേറ്റീവ്? മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ മൈനസ് ആയിരുന്നെങ്കിൽ ഇവിടെ പ്ലസ് വരുമായിരുന്നില്ലേ? സോ നമുക്ക് എന്ത് പറയാം? ഇന്റഗ്രൽ കൊസീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു മൈനസ്
cot x plus c. 16ാമത്തെ ഇക്വേഷൻ ഇന്റഗ്രൽ a raised to x dx is equal to, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴേ ഇപ്പം d by dx of a raised to x എത്ര ഓർക്കുന്നുണ്ടോ? a raised to x into log a. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ a raised to x എന്ന് പറഞ്ഞാൽ a raised to x by log a plus c. ഇങ്ങനെ 16 ഇക്വേഷൻസ് ഇത് തന്നെ ഉണ്ട്. ഇനി 17ാമത്തെ ഇക്വേഷൻ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ 1/√(1 - ആണ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ തിരിച്ചൊന്ന് പറയാമല്ലോ. ഇതിനെങ്ങനെ പറയാം? ഇന്റഗ്രൽ 1/√(1 - ശരിക്കും പറഞ്ഞാൽ ഒരു dx എഴുതണം. ഈ 1 × dx എന്ന് പറഞ്ഞാൽ dx ആണ്. സോ ഇന്റഗ്രൽ dx by √(1 - അല്ലേ? സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/√(1 - ആണെങ്കിൽ 1/√(1 - ഡെറിവേറ്റീവ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 3 അല്ലെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഇതിനൊരു ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഇവിടെ ഡെറിവേറ്റീവ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് എത്ര? -1/√(1 - അപ്പൊ ഇവിടെ ഒരു മൈനസ് ഉണ്ടെങ്കിൽ ഇവിടെയും ഒരു മൈനസ് വരും. സോ മൈനസ് ഇവിടെ പ്ലസ് ആകുമല്ലോ. സോ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇന്റഗ്രൽ 1/√(1 - is equal to minus cos inverse x plus c. 18ാമത്തേത് ഇതേപോലെ തന്നെ എന്തായിരുന്നു ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്? ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? 1/1 + x² ആയിരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ 1/1 + x² dx അല്ലെങ്കിൽ ഇന്റഗ്രൽ dx by 1 + x² എന്ന് എഴുതിയാലും മതി. എത്ര ആയിരിക്കും അത്? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താ ഡെറിവേറ്റീവ് ഓഫ് കോട്ട് ഇൻവേഴ്സ് എക്സ്? ഡെറിവേറ്റീവ് ഓഫ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു -1/1 + x². അപ്പൊ ഇവിടെ ഒരു മൈനസ് കൊടുക്കുകയാണെങ്കിൽ ഈ മൈനസ് ചേർന്ന് പ്ലസ് ആകുമല്ലോ. സോ നമുക്ക് ഒരു ഫോർമുലയുണ്ട് ഇതിന്. ഇന്റഗ്രൽ 1/1 + x² ഈസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. മനസ്സിലായല്ലോ? 19ാമത് ഇന്റഗ്രൽ 1/(x√(x² - 1 dx. ആരെങ്കിലും ഈ ഒരു ടേമിന് എവിടെങ്കിലും ഓർമ്മയുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ് ആ. ഡെറിവേറ്റീവ് ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു 1/(x√(x² - 1 ആ. അങ്ങനെയാണെങ്കിൽ അതിന്റെ റിവേഴ്സ് പ്രോസസ് ആയിരിക്കുമല്ലോ ഇവിടെ നടക്കുന്നത്. സോ ഇന്റഗ്രൽ 1/(x√(x² - 1 is equal to sec inverse x plus c. ഓർ ഇതേപോലെ കൊസീക് ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? d by dx ഓഫ് കൊസീക് ഇൻവേഴ്സ് എക്സ് -1/(x√(x² - 1 ആ. ഈ മൈനസ് മാറ്റുകയാണെങ്കിൽ ഇവിടെ ഒരു മൈനസ് കൊടുത്താൽ മതി. ഈ മൈനസും ചേർന്നങ്ങ് പ്ലസ് ആയിക്കോളും. സോ അപ്പൊ ഇതിന് രണ്ട് ഫോർമുല ഉണ്ടല്ലോ. ഏതൊക്കെയായിരുന്നത്? കൊസീക് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. പിടികിട്ടിയില്ലേ? അപ്പൊ ഇത്രമാണ് നമ്മുടെ 19 ഇക്വേഷൻസ്. നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള 19 ഫോർമുല, 19 ഇക്വേഷൻസ് ഇതാണ്. നന്നായി വളരെ നന്നായി എഴുതി പഠിക്കണം. നമ്മൾ ചുമ്മാതൊക്കെ ഇരിക്കുമ്പോൾ, ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോൾ, ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് എന്നാൽ പിന്നെ ഇന്റഗ്രേഷൻ്റെ ഒക്കെ ഫോർമുല ജസ്റ്റ് ഒന്ന് ഓർത്തേക്കാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വെറുതെയെങ്കിലും ഇത് ഓർക്കണം. നന്നായി പഠിക്കണം. ഇവിടെ നിന്നങ്ങോട്ട് നിങ്ങൾ എപ്പോഴൊക്കെ മാത്സ് എടുക്കുന്നോ അന്നേരമല്ല ഇത് വളരെ അത്യാവശ്യമാണ്. ബേസ് ഓർപ്പിച്ച് തന്നെ പോകണം. ഇത്രയും ഇക്വേഷൻസ് നിങ്ങളുടെ മനസ്സിൽ നന്നായിട്ട് പതിപ്പിച്ച് വെക്കണം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മെത്തേഡ്സിനെ പറ്റിയാണ്. എന്തുകൊണ്ടാണ് ഇന്റഗ്രേഷൻ പൊതുവെ ഇത്ര ടഫ് ആകുന്നത്? ഇന്റഗ്രേഷന്റെ ഒരു വലിയ പ്രശ്നം, നമ്മൾ ഓരോ എക്സസൈസ് വൈസായിട്ട് ചെയ്യുമ്പം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ സിമ്പിൾ ആയിരിക്കും. പക്ഷെ നമ്മൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ നേരിടുന്ന ഒരു പ്രശ്നം, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഏത് മെത്തേഡ് ചെയ്യണമെന്ന് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റണമെന്നില്ല. അത് പരിഹരിക്കാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഈ എല്ലാ മെത്തേഡ്സും 1ാമത്തെ എക്സസൈസ് മുതൽ 7ാമത്തെ എക്സസൈസ് വരെയുള്ള ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്നാണ് ഇതിന് പറയുന്നത്. ഈ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസിലെ എല്ലാ മെത്തേഡ്സും നന്നായി അറിഞ്ഞിരിക്കുക. ഒരു 7-8 മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് എല്ലാം വളരെ കൃത്യമായി അങ്ങനെ തന്നെ അറിഞ്ഞിരിക്കുക. 1ാമത്തെ എക്സസൈസ് മുതൽ 7ാമത്തെ എക്സസൈസ് വരെ നമുക്ക് പഠിക്കാനുള്ള മെത്തേഡ്സ് ഒറ്റയടിക്ക് തന്നെ പറയാം. ഇതെല്ലാം നന്നായിട്ട് പഠിക്കുന്നത് ഈ ചാപ്റ്ററിലെ ഈ എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നന്നായിട്ട് സഹായിക്കും. അതോടൊപ്പം തന്നെ പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇത് ഏത് മെത്തേഡിലാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളെ മനസ്സിലാക്കാനും സഹായിക്കും.
ശരി, ഒന്നാമത്തെ മെത്തേഡിന് നമ്മൾ പറയുന്ന പേരാണ് ഡയറക്റ്റ് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ട്രിഗണോമെട്രിക് മെത്തേഡാണ്. അതായത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ സൊല്യൂഷൻസ് പഠിക്കാനുള്ള മെത്തേഡാണ് മൂന്നാമത്തെ മെത്തേഡ്. നാലാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സം സ്പെഷ്യൽ ഫംഗ്ഷൻസ് എന്നാണ് ടെക്സ്റ്റിൽ അതിന് കൊടുത്തിരിക്കുന്ന ഹെഡിങ്. അഞ്ചാമത്തേത് രണ്ട് ഫോംസ് ആണ്, ഇന്റഗ്രൽ പി എക്സ് പ്ലസ് ക്യൂ ഡിവൈഡ് ബൈ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഡി എക്സ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പിന്നീട് പറയാം, നമ്മൾ ഇതിനെക്കുറിച്ച് കുറച്ച് ഒത്തിരി തല പോയിക്കേണ്ട, പക്ഷേ ഈ ഫോംസ് നിങ്ങൾ ഓർത്തിരിക്കുക. അല്ലെങ്കിൽ ഇന്റഗ്രൽ പി എക്സ് പ്ലസ് ക്യൂ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. മനസ്സിലായോ? ഈ രണ്ട് ഫോമിൽ ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് അഞ്ചാമത്തെ മെത്തേഡായിട്ട് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ആറാമത്തെ മെത്തേഡായിട്ട് പറഞ്ഞിരിക്കുന്നത് പാർഷ്യൽ ഫ്രാക്ഷൻസ് എന്നാണ് നമ്മളതിൽ പറയുന്ന പേര്. പാർഷ്യൽ ഫ്രാക്ഷൻസ്, ഇതാണ് നമ്മുടെ ആറാമത്തെ മെത്തേഡ്. ഏഴാമത്തെ മെത്തേഡ് നമ്മൾ പറയുന്നത് ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഇന്റഗ്രേഷൻ ബൈ പാർട്സ്, ആ വാക്കിൽ തന്നെ അതിന്റെ അർത്ഥമുണ്ട്. പാർട്ട് പാർട്ടായിട്ട് ചെയ്യണമെന്നൊക്കെയാണ് അർത്ഥം. ഡീറ്റെയിൽസ് ഒന്നും അറിയണ്ട, നിങ്ങൾ ഈ മെത്തേഡ്സ് ഒക്കെ ഓർത്തിരിക്കുക. എട്ടാമത്തെ മെത്തേഡിന് നമ്മൾ പറയുന്ന പേര്, ശരിക്കും ടെക്സ്റ്റിൽ അതിന് കൊടുത്തിരിക്കുന്നത് സം മോർ ഫങ്ഷൻസ് മാത്രമാണ്. എട്ടാമത്തെ മെത്തേഡ് സം മോർ ഫങ്ഷൻസ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സിലബസിൽ, പ്രത്യേകിച്ച് ഈ വർഷത്തെ നിങ്ങളുടെ സിലബസിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളത്. ISC ആയാലും ISC സിലബസ് ആയാലും കേരള സിലബസ് ആണെങ്കിലും അതേപോലെ CBSE അല്ലെങ്കിൽ NCERT സിലബസ് ആണെങ്കിലും ഇത്രയും മെത്തേഡ്സ് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളൂ. ഇതിൽ ഈ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എക്സസൈസ് 7.1 ഉപയോഗിക്കാനുള്ളതാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അത് എക്സസൈസ് 7.2 ഉപയോഗിക്കാനുള്ളതാണ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഉള്ളത് എക്സസൈസ് 7.3 ഈ സം സ്പെഷ്യൽ ഫംഗ്ഷൻസ് എന്നുള്ളത് എക്സസൈസ് 7.4. അതേപോലെ ഈ അഞ്ചാമത്തെ ഈ ഒരു ഫോമിൽ ക്വസ്റ്റ്യൻസ് വരുന്നതും എക്സസൈസ് 7.4. അപ്പം ഈ രണ്ട് മെത്തേഡ്സും, ഇത് ശരിക്കും പറഞ്ഞാൽ പരസ്പരം ചെറിയ ബന്ധമൊക്കെ ഉണ്ട് ഈ രണ്ട് മെത്തേഡ്സിനും. ഈ രണ്ട് മെത്തേഡ്സും വരുന്നത് എക്സസൈസ് 7.4. പാർഷ്യൽ ഫ്രാക്ഷൻസ് വരുന്നത് എക്സസൈസ് 7.5. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് വരുന്നത് എക്സസൈസ് 7.6. സം മോർ സ്പെഷ്യൽ ഫംഗ്ഷൻസ് വരുന്നത് എക്സസൈസ് 7.7. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ 19 ഫോർമുല അല്ലാതെ ഇതിലെ ഓരോന്നിനും പ്രത്യേകം ഫോർമുല ഇക്വേഷൻസ് വേറെയുണ്ട്. അത് അത്ര ഒരു ടഫൊന്നുമല്ല, മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പവും രസകരവുമാണ്. ഈ ഒരു രീതിയിലൊക്കെ പഠിക്കുകയാണെങ്കിൽ വളരെ രസകരമാണെന്നാണ് എൻ്റെ ഒരു അനുഭവം. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇതിലെല്ലായിടത്തും നമുക്ക് ഇക്വേഷൻസ് ഉണ്ട്. ഇപ്പം ഈ സം സ്പെഷ്യൽ ഫംഗ്ഷൻസ് ഉണ്ടല്ലോ, ഇവിടെ 6 ഇക്വേഷൻസ് ഉണ്ട്. പഠിക്കാനൊന്നും വലിയ പാടില്ല, വളരെ എളുപ്പമുള്ള ഇക്വേഷൻസ് ആണ് അതെല്ലാം. അതേപോലെ ഇതിനകത്ത് എല്ലാത്തിനകത്തും പല സബ് പാർട്ടുകളും സബ് ഇക്വേഷൻസും ഉണ്ട്. പക്ഷെ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അത് ഏത് മെത്തേഡാണെന്ന് തിരിച്ചറിയാനാണ് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ ഇത്രയും മെത്തേഡ്സ് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ ജോലി വളരെ കുറവാണ്. ആദ്യത്തെ ആ 19 ഫോർമുല പഠിക്കുക, ഇത്ര മെത്തേഡ്സും പഠിക്കുക. മനസ്സിലായല്ലോ? ഇത്ര മാത്രം പഠിച്ചുകൊണ്ട് നാളെ വരിക. അടുത്ത സെഷനിൽ നമുക്ക് ഇതിൽ ഓരോ മെത്തേഡ്സ് എന്താണെന്ന് പറയാം. അതെല്ലാം നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കുഴഞ്ഞ അവിയൽ പരവുമായി ആകെ അലുകുലത്താകും. നമുക്ക് പരീക്ഷയ്ക്ക് കൺഫ്യൂഷൻ വരും. നന്നായി പഠിക്കുക, നന്നായി മനസ്സിലാക്കുക. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യുക. എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതാണ്.